ഹലോ ഗായ്സ്, ടെക്നോ SP എന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ പുതിയൊരു ഫോണുമായിട്ടാണ് വന്നിരിക്കുന്നത്. യെസ് ഗായ്സ്, പോക്കോ X2 എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഞാൻ വാങ്ങിയ ഫോണാണ്. വേറെ ഒന്നും വിചാരിക്കരുത്. അപ്പോൾ ഇത് നമുക്ക് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ പെട്ടിൻ്റെ മുകളിൽ തന്നെ ഉണ്ട് റിയാലിറ്റി ഫ്ലോസ് 120 ഹെർട്സ്. അതെ, 120 ഹെർട്സ് ഉണ്ട്. പിന്നെ എന്താണ് നമുക്ക് വേണ്ടത്? അത്രയ്ക്ക് എന്താ പറയുക, അത്രയ്ക്കുണ്ടല്ലോ 120 ഹെർട്സ്. 6.67 ഇഞ്ച് ഡിസ്പ്ലേ ആണ് നമുക്കിതിൽ കിട്ടുന്നത്. പിന്നെ സ്ക്വാഡ് ക്യാമറ, 64 മെഗാ പിക്സൽ മെയിൻ ക്യാമറ, 2 മെഗാ പിക്സൽ ഡെപ്ത് ക്യാമറ, 20 മെഗാ പിക്സൽ വൈഡ് ക്യാമറ. ഓക്കെ, ഇത്രയുണ്ട്. പിന്നെ സ്നാപ്ഡ്രാഗൺ 730G വിത്ത് ലിക്വിഡ് കൂളിംഗ് സിസ്റ്റം. അതാണ് ഈ ഫോണിന് എന്താ പറയുക, മറ്റ് ഫോണുകളിൽ നിന്നും വ്യത്യസ്തമാക്കും. മീൻസ് പ്രൈസ് റേഞ്ച് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ദിസ് ഈസ് എ ഹെവൻ ഫോർ ഗെയിമേഴ്സ്. പിന്നെ 4500 mAh ബാറ്ററി വിത്ത് 27 വാട്ട് ഫാസ്റ്റ് ചാർജർ മതിയല്ലോ. മീൻസ് അരമണിക്കൂർ കൊണ്ടൊക്കെ ഒരു 30-50% വേഗം കയറും. അപ്പോൾ നമുക്ക് വേണ്ടതും അതാണ്. നമ്മൾ ഷടപടേ എന്ന് പോകുമ്പോഴേക്കും ചാർജ് കിട്ടണം. അപ്പോൾ അതൊക്കെ ഇതിൽ നടക്കും. മെയ്ഡ് ഇൻ ഇന്ത്യ. ഇപ്പോഴത്തെ തർക്കങ്ങളും കാര്യങ്ങളും ഒക്കെ കണ്ട് നിങ്ങൾ പേടിക്കുക വേണ്ടത്. മെയ്ഡ് ഇൻ ഇന്ത്യ ആണ്. പാർട്സൊക്കെ ചൈനയിലുണ്ടാവും. നെവർ മൈൻഡ്, മെയ്ഡ് ഇൻ ഇന്ത്യ. ഓക്കെ, അപ്പോൾ നമുക്ക് പെട്ടി തുറക്കാം. അപ്പം അതേപോലെ തന്നെ പോക്കോൻ്റെ മഞ്ഞ കളറിലുള്ളൊരു പെട്ടിയാണ്. കസ്റ്റം മീൻസ് നല്ലൊരു അൺബോക്സിങ് എക്സ്പീരിയൻസ് ആണ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് കിട്ടുന്നത്. ഫ്രണ്ടിലുള്ള കുറച്ച് യൂസർ മാനുവൽ ഇതാണ് നമ്മുടെ സെറ്റ്. അപ്പോൾ യൂസർ മാനുവലിൻ്റെ ഉള്ളിൽ എന്തല്ല നോക്കാം. യൂഷ്വലി നമുക്കത് ഒരു വൈറ്റ് കേസ്, റാൻഡം വൈറ്റ് കേസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് വേണ്ടവർക്കിടാം, അല്ലെങ്കിൽ വേറെ തേർഡ് പാർട്ടി കേസസ് വാങ്ങാൻ കിട്ടും, അതിട്ടാലും മതി. എൻ്റെ അഭിപ്രായത്തിൽ വേറെ കേസ് വാങ്ങുന്നതായിരിക്കും നന്നാവുക. കാരണം ദിസ് ഇസ് നോട്ട് എന്താ പറയുക, വേഗം മങ്ങിപ്പോകുന്നൊരു സാധനം. അപ്പോൾ നമ്മുടെ സെറ്റ് ഇതാണ്. പൊളിക്കുന്നതിന് മുമ്പേ നമുക്കത് മാറ്റി വെക്കാം. നമുക്ക് ഇതിൻ്റെ പെട്ടീൻ്റെ ഉള്ളിൽ ബാക്കി എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. യെസ്, പെട്ടീൻ്റെ അടിയിൽ യൂസർ മാനുവൽ ഉണ്ട്. വായിക്കേണ്ട ആവശ്യമില്ല. അപ്പം പവർ ബ്രിക്കാണിത്. അത്യാവശ്യം നല്ല വലുപ്പമുള്ള പവർ ബ്രിക്കാണ് നമുക്ക് കിട്ടുന്നത്. യൂഷ്വലി ഫാസ്റ്റ് ചാർജിങ് എന്ന് പറയുമ്പോൾ നമുക്കൊരിക്കലും മിനി ടൈപ്പ് കിട്ടില്ലല്ലോ. അപ്പോൾ അത് കിടക്കട്ടെ. അതതിൻ്റെ കേബിള്, ഫാസ്റ്റ് ചാർജിങ് കേബിൾ, അത്രേ ഉള്ളൂ. പെട്ടീൻ്റെ അകത്ത് വേറെ ഒന്നുമില്ല. നമുക്കതൊക്കെ സൈഡിലേക്ക് മാറ്റി വെച്ച് ഫോണിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാം. യെസ്, ഇതാണ് നമ്മുടെ ഫോൺ. നമുക്ക് അതിൻ്റെ പ്ലാസ്റ്റിക് കവറൊക്കെ റിമൂവ് ചെയ്ത് കളയാം. ഗൈസ്, ഞാൻ ഇതിൻ്റെ മെട്രിക്സ് പർപ്പിൾ വേർഷനാണ് എന്താ പറയുക വാങ്ങിയിട്ടുള്ളത്. മീൻസ് ഇതെന്ന് പറയുന്നത് 8GB വേരിയൻ്റ് ആണ്. 8GB വേരിയൻ്റ് എന്ന് പറയുമ്പം 8GB റാം വിത്ത് 256 ഇൻറ്റേർണൽ സ്റ്റോറേജ്. അപ്പോൾ ഇതിന് പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് 21ൻ്റെ അടുത്ത് വരുന്നുണ്ട്. അപ്പം ബെസിലെസ് എന്ന് പറയാൻ മാത്രമൊന്നുമില്ല, കാരണം ഇത് ഫുൾ ഡിസ്പ്ലേ ഒന്നും നമുക്ക് കിട്ടുന്നില്ല. എന്താ പറയുക, ചെറുതായിട്ട് ബസ്സിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഫ്രണ്ട് ഫേസിങ് ക്യാമറ 2 ഹോളിലാണ്, ഇവിടെ സൈഡിലാണുള്ളത്. ബാക്കത്തെ ക്യാമറയും സെക്ഷനും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്, അത് പറയാതിരിക്കാൻ വയ്യ. മീൻസ് ക്വാഡ് ക്യാമിൻ്റെ ആ പൊസിഷനും അതിൻ്റെ ചുറ്റുമുള്ള സർക്കിളും കാര്യങ്ങളൊക്കെ ഇറ്റ്സ് ജസ്റ്റ് ലുക്ക് അമേസിങ്. അപ്പോൾ ഇതിൻ്റെ വേറെ കളറും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല, കാരണം ഞാൻ വാങ്ങിയതല്ലേ, എനിക്ക് നോക്കാൻ പറ്റുള്ളൂ. അപ്പം ഇത്രയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. പിന്നെ ഉള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഇത് റിലീസ് ചെയ്ത ഡേറ്റ് എന്ന് പറയുന്നത് February 11th 2020 ആണ്. അപ്പം 2020 അവൈലബിൾ ആവുന്ന ലേറ്റസ്റ്റ് ഫോണിൽ ഒന്നാണിത്. പിന്നെ ഡബിൾ 4G സപ്പോർട്ടാവും. വേറെന്താ വേണ്ടത് നിങ്ങൾക്ക്? IPS LCD കപ്പാസിറ്റി, LCD സ്ക്രീനാണ്. അതാണ് ഇതിന് മീൻസ് മറ്റ് കോമ്പറ്റേറ്റീവ് ഫോൺസിൽ നിന്നും കുറച്ച് മാറ്റുന്നതും എനിക്ക് കുറച്ച് എന്താ പറയുക, കുറച്ചുകൂടി ഒന്ന് മെച്ചപ്പെടുത്താൻ. ബട്ട് നല്ല 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 ഫോണാണ്. അപ്പം നമുക്കൊന്ന് ബൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ബൂട്ട് ചെയ്ത് വരുമ്പം നമുക്ക് അപ്പോൾ ഗൈസ് ബൂട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പം നമ്മളിത് അൺലോക്ക് ചെയ്തു. ഇതാണ് ഇതിൻ്റെ എന്താ പറയുക സ്റ്റാർട്ടിങ് ഇൻ്റർഫേസ്. അപ്പം കുഴപ്പമില്ല, കസ്റ്റം MIUവിൻ്റെ കസ്റ്റം ലോഞ്ചറാണുള്ളത്. പ്രീറ്റി സ്റ്റാൻഡേർഡ് ലുക്കിംഗ് ആണ്. വലിയ എന്താ പറയുക, വലിയ മീൻസ് എസ്തറ്റിക് ലുക്കുകളും കാര്യങ്ങളൊന്നുമില്ല. സ്റ്റാൻഡേർഡ്, പ്രീറ്റി സ്റ്റാൻഡേർഡ്. നമുക്കിതിൻ്റെ കാര്യങ്ങൾ നോക്കാം. ഇതാണ് ഡിസ്പ്ലേയിലേക്കാണ് ഞാൻ കയറിയിരിക്കുന്നത്. ഡിസ്പ്ലേ നമുക്ക് റിഫ്രഷ് റേറ്റ് 120 ഹെർട്സ് കിട്ടുന്നുണ്ട്. അപ്പം അതാണ് എന്താ പറയുക,
കസ്റ്റമായിട്ട് അത് 120 ഹെർട്സിലേക്ക് നമുക്ക് 60ലേക്ക് വേണമെങ്കിൽ താത്താം. 60ലേക്ക് താത്തുമ്പോൾ നമുക്ക് ഒബ്വിയസ്ലി നമുക്ക് കുറച്ചുകൂടി ബാറ്ററിയും കാര്യങ്ങളൊക്കെ സേവ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സെൻസറൊക്കെ സൈഡിലാണ് വരുന്നത്, മീൻസ് പവർ ബട്ടൻ്റെ അടുത്താണ്. ആക്ച്വലി അതാണ് യൂസ്ഫുൾ, മീൻസ് ബാക്കിലുള്ളതിനേക്കാളും നല്ലതാണ് നമുക്ക് തമ്പിൽ ഫിംഗർ പ്രിൻറ്റ് വരുന്നത്. നമുക്ക് യൂട്ടിലിറ്റിക്ക് അതാണ് കുറച്ചുകൂടി യൂസ് ചെയ്യാൻ ബെറ്റർ. ഓക്കെ, ഞാൻ യൂഷ്വലി 60 FPS ഇടുന്നത്. നമുക്ക് വലിയ വ്യത്യാസമൊന്നും നമുക്ക് ഒരിക്കലും മനസ്സിലാവില്ല. മീൻസ് 120 to 60 വ്യത്യാസം കാണും, പക്ഷേ നമ്മളതിനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ആപ്ലിക്കേഷൻസും ഗെയിംസും ഒക്കെ കയറ്റി കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. പിന്നെ നമുക്ക് ഇതിൻ്റെ സിസ്റ്റത്തിൻ്റെ സ്പെക്സും കാര്യങ്ങളും നോക്കാം. റാം 8GB തന്നെയാണ്, CPU കാര്യങ്ങളൊക്കെ റെഡിയാണ്, ഞാൻ പറഞ്ഞു. സ്നാപ്ഡ്രാഗൺ Qualcomm Snapdragon 30G വിത്ത് ലിക്വിഡ് കൂളിംഗ് സിസ്റ്റം, യു നോ ദാറ്റ്. അപ്പം ഗെയിമിങ്ങിനൊക്കെ വേണ്ടി നോക്കുന്നവർക്കൊരു പെർഫെക്റ്റ് ആയിരിക്കും ഈ ഫോൺ. ഓക്കെ, മീൻസ് പ്രൈസ് റേഞ്ചൊക്കെ വെച്ചിട്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കുറച്ചുകൂടി എന്താ പറയുക ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാം. 64 MP മെയിൻ ക്യാമറ, 6GB വേരിയൻറ്റും ഉണ്ട്, 8GB വേരിയൻറ്റും ഉണ്ട് റാമിൻ്റെ കാര്യങ്ങൾ. പിന്നെ ഇപ്പം നമ്മൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എസ്പെഷ്യലി ദിസ് ഈസ് മെയ്ഡ് ഫോർ ഗെയിം. കാരണം ഇപ്പം ഇതിനോട് കോമ്പറ്റേറ്റ് ചെയ്യുന്ന റെഡ്മി എന്ന് പറയുന്ന ഫോണുകൾക്കൊക്കെ 720G ആണ്, മീൻസ് ഒരു 10G അല്ലെങ്കിൽ എന്താ പറയുക ഒരു 10 ഗ്രാം കൂടുന്ന പോലെ ഒരു 10ൻ്റെ ഒരു കണക്ക് അവിടെ എക്സ്ട്രാ പോക്കോ X2 വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയും പെർഫോമൻസിൻ്റെ ഒരു അപ്ഗ്രേഡ് നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് കിട്ടണമല്ലോ, അല്ലെങ്കിൽ പിന്നെ വെറുതെ ഒരു 10 കയറ്റി വെച്ചിട്ട് കാര്യമില്ല. അപ്പം ഞാൻ ഇത് വാങ്ങിയതിൻ്റെയും കാര്യം അതാണ്. എനിക്ക് വേറെയും ചാനലുകളുണ്ട്, ഒരു ഗെയിമിംഗ് ചാനലൊക്കെ ഉണ്ട്. അപ്പം അതിൽ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇടണമെങ്കിൽ എനിക്ക് ഐ നീഡ് എ ഗെയിമിംഗ് ഫോൺ. സോ ഐ നീഡ് ടു പ്ലേ ഗെയിംസ്, ഐ നീഡ് ടു റെക്കോർഡ്. അപ്പോൾ ഇതിൽ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള റെക്കോർഡറൊക്കെ ഉണ്ട്. അപ്പം ഇറ്റ് ജസ്റ്റ് മെയ്ഡ് മൈ ഡ്യൂട്ടീസ് സംമോ സിമ്പിൾ. ഓക്കെ, അപ്പം എൻ്റെ ഒരു എന്താ പറയുക എൻ്റെ യൂസിന് പറ്റിയൊരു ഫോണാണിത്. അപ്പം ഞാനിത് ഉപയോഗിക്കും, എന്താണേലും ഉപയോഗിച്ചിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂവും കാര്യങ്ങളൊക്കെ എന്താണെങ്കിലും പറയും. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റിൽ വന്ന് ചോദിക്കാവുന്നതാണ്. കമൻറ്റ് ബോക്സ് എപ്പോഴും ഫ്രീ ആയിരിക്കും, നിങ്ങൾക്ക് എന്ത് സംശയം ചോദിക്കാനും അതവിടെ ഉണ്ടാവും. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതിനൊന്നും ഒരു മടിയും കാണിക്കരുത്, കാരണം നമ്മുടെ ചാനൽ ഇങ്ങനെ പോകുന്തോറും മാത്രമേ എനിക്ക് ഓരോ പുതിയ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടാൻ കഴിയുള്ളൂ. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് എന്താണെങ്കിലും വേണം. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.